കണ്ണൂർ ചക്കരക്കല്ലിൽ സ്ഫോടനം. 2 ഐസ്ക്രീം ബോംബുകൾ പൊട്ടിത്തെറിച്ചു. CPIM BJP സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് ഇത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയുണ്ട് വിവരങ്ങൾ നൽകാൻ. സജോ, ഈ ചക്കരക്കല്ലിലെ സ്ഫോടനത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പോലീസ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ചക്കരക്കല്ല് ബാവോഡ് എന്ന സ്ഥലത്ത് റോഡരികിൽ 2 ഐസ്ക്രീം ബോംബുകൾ പൊട്ടിത്തെറിച്ചത്. ഇന്നലെ രാത്രി ചക്കരക്കല്ലിൽ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് CPM അനുഭാവികളും BJP അനുഭാവികളും ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചിരുന്നു. അവിടെ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ പോലീസ് പട്രോളിംഗ് രാത്രിയും പുലർച്ചെയും ഒക്കെ നടന്നിരുന്നു. അങ്ങനെ പോലീസ് പട്രോളിംഗ് വാഹനം കടന്നു പോകുന്ന വഴിയാണ് ബാവോഡ് വെച്ച് റോഡിലേക്ക് ബോംബ് എറിഞ്ഞു പൊട്ടിച്ചത്. അജ്ഞാത സംഘമാണ്. അതാരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. പോലീസ് പട്രോളിംഗ് വാഹനത്തിന് ഏതാണ്ട് ഒരു 50 മീറ്റർ അകലെയാണ് വെച്ചാണ് ബോംബ് എറിഞ്ഞു പൊട്ടിച്ചത്. പുലർച്ചയോടുകൂടിയായിരുന്നു. ഏതാണ്ട് ഒരു 2 മണിക്കും 2:30ക്കും ഇടയിലുള്ള സമയമാണ്. ആ ഘട്ടത്തിലാണ് ബോംബ് എറിഞ്ഞത്. അത് ഐസ്ക്രീം ബോംബാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പൊട്ടിത്തെറിച്ചു. പക്ഷേ കാര്യമായ അപകടമൊന്നുമില്ല. വലിയ ഉഗ്രസ്ഫോടനശേഷിയുള്ള ബോംബുകളല്ല. കുറച്ചുകൂടി താരതമ്യേന സ്റ്റീൽ ബോംബുകളിൽ നിന്ന് കുറേ കൂടി സ്ഫോടനശേഷി കുറഞ്ഞ ബോംബുകളാണ്. അതേസമയം ഈ സംഘർഷത്തിൻ്റെ തുടർച്ചയായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി ഇരു വിഭാഗങ്ങളിലും പെട്ട കുറച്ച് ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണോ അതല്ല എന്താണ് സംഭവമെന്ന് വിശദമായും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സമീപ മേഖലകളിലടക്കം സംഘർഷ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ബോംബുകൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തുന്ന സാഹചര്യവും ഒക്കെയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മേഖലയിൽ മുഴുവൻ സമയ സുരക്ഷ, പോലീസിൻ്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കൂടുതൽ മറ്റേതെങ്കിലും നിലയിലേക്ക് സംഘർഷം പടരാതിരിക്കാനുള്ള ശ്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ചക്കരക്കൽ പോലീസ് പറയുന്നത്. ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോലീസ് വാഹനം ഏതാണ്ട് ഒരു 50 മീറ്റർ അകലെ നിൽക്കുന്ന സമയത്ത് റോഡിലേക്ക് ഈ ബോംബ് വന്ന് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പക്ഷേ മറ്റ് അപകടങ്ങളൊന്നുമില്ല. ആ വഴി മറ്റു വാഹനങ്ങളൊന്നും പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ സംഘർഷത്തിന് തുടർച്ചയായി ഭീതിപ്പെടുത്തുക, ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു കൂടുതൽ വീടുകളൊക്കെയുള്ള ഒരു ജനവാസ മേഖലയോട് ചേർന്ന റോഡിന്റെ സൈഡിലാണ്. ഏതായാലും CPM BJP സംഘർഷം നിലനിൽക്കുന്ന മേഖലയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ചക്കരക്കല്ലിൽ 2 ഐസ്ക്രീം ബോംബുകളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ആർക്കും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരാണ് ഇതിന് പിന്നിൽ എന്നതിലുള്ള അന്വേഷണം നടക്കുകയാണ്. ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരുമൊക്കെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നു. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്.